ടോക്സിലേക്ക് സ്വാഗതം. വെൽക്കം ടു SJ ടോക്സ്. ക്വൈറ്റ് ബിഫോർ ദ വേവ്. ഉയർന്നു പൊങ്ങുന്ന ഏത് തിരമാലയ്ക്ക് പിന്നിലും ഒരു ശാന്തതയുണ്ട്. ഈ ശാന്തത ഒരു തരംഗത്തിന് വേണ്ടിയാണ്. ഇവിടെ കഥകൾ ശാന്തമായി പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രചോദനങ്ങളായി വലിയ തിരമാല പോലെ, ഒരു തരംഗം പോലെ ഉയർന്നു പൊങ്ങുവാൻ ഇടയായിത്തീരും. ഞാൻ നിങ്ങളുടെ സ്വന്തം സിജി ജേക്കബ്. നിങ്ങളെപ്പോലെ തന്നെ ഒരു വീട്ടമ്മ, ഭാര്യ, സുഹൃത്ത്, ഒരു കുഞ്ഞെഴുത്തുകാരി, എ സ്റ്റോറി ടെല്ലർ, എ ട്രൂത്ത് സീക്കർ, എ ഡ്രീമർ ബൈ നൈറ്റ് ആൻഡ് എ നേഴ്സ് ബൈ ഡേ. എൻ്റെ ജീവിതത്തിലെ ചില ക്വയറ്റ് മൊമെൻറ്റ്സിൽ ഞാൻ കണ്ടെത്തിയ ചില കാഴ്ചപ്പാടുകൾ, അതിൽ നിന്നുണ്ടായ ചില പ്രചോദനങ്ങൾ, ഇവയൊക്കെയാണ് ഈ പോഡ്കാസ്റ്റ് എപ്പിസോഡ്സിന് പിന്നിൽ. ഇതിൽ കഥകളുണ്ട്, അനുഭവങ്ങളുണ്ട്, ഓർമ്മച്ചെപ്പുകളുണ്ട്, ദൈനംദിന പ്രായോഗികതകളുണ്ട്, സംവാദങ്ങളുണ്ട്, ഉൾക്കാഴ്ചകൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ള സമയങ്ങൾ, ഇനിയുള്ള ദിവസങ്ങൾ നമുക്കൊരുമിച്ച് ഈ കഥകളിലൂടെ, ഈ പറയാം കേൾക്കാം എന്ന ആ ഒരു അനുഭവത്തിലൂടെ നമുക്കൊരുമിച്ച് യാത്ര തുടരാം. ഈ സ്വപ്ന നിമിഷത്തിലേക്ക് എന്നെ ചുവട് വയ്ക്കുവാൻ പ്രേരിപ്പിച്ച, ചിറക് വിടർത്തുവാൻ എന്നെ സഹായിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് വാ നമുക്ക് കേൾക്കാം. എനിക്ക് അല്പം പറയാനുണ്ട്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ചില ക്വയറ്റ് മൊമെൻറ്റ്സ് ഉണ്ട്. നമ്മളെ നാമാക്കി തീർക്കുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള ആ മൊമെൻറ്റ്സ് ആണ്. എന്താണ് ക്വയറ്റ് മൊമെൻറ്റ്സ്? എപ്പോഴെങ്കിലും ഒരു മനുഷ്യൻ താൻ ദുർബലയാണ് എന്ന് തോന്നിത്തുടങ്ങുന്ന നിമിഷമാണ് ആ ക്വയറ്റ് മൊമെൻറ്റ്സിലേക്ക് എത്തപ്പെടുന്നത്. ഈ ക്വയറ്റ് മൊമെൻറ്റ്സിൽ എത്തുന്ന ഒരു മനുഷ്യന് ആ സമയം ഒരു തിരിച്ചറിവുണ്ടായാൽ ഒരു പക്ഷേ ഒരു ഉയർന്നു പൊങ്ങുന്ന തിരമാല പോലെ ഒരു തരംഗമായി ജീവിതത്തിൽ മാറുവാൻ കഴിയും. ചിലർ ഈ ക്വയറ്റ് മൊമെൻറ്റ്സ് തിരിച്ചറിയാതെ പോയിട്ട് കല്ലിൽ തട്ടിച്ചിതറി ഒഴുകിപ്പോകുന്ന ഒരു തിര പോലെ അവരുടെ ജീവിതം ഒഴുകിപ്പോകുവാൻ ഇടയായിത്തീരും. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതും ഈ ക്വയറ്റ് മൊമെൻറ്റ്സ് ആണ്. ഈ ക്വയറ്റ് മൊമെൻറ്റ്സിലേക്ക് നമ്മളെ എത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ചില വിള്ളലുകൾ അഥവാ ക്രാക്ക് എന്ന അവസ്ഥയാണ്. ഇന്ന് എന്നോടൊപ്പം മിസ്റ്റർ കെവിൻ ജോൺ ജേക്കബ്, എ സൈക്കോളജി സ്റ്റുഡൻറ്റ് ഫ്രം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ഡബ്ലിൻ. കെവിൻ, വെൽക്കം ടു ദി ഷോ. കെവിൻ, നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം വിള്ളലുകൾ അഥവാ ക്രാക്ക് എന്ന ഒരു വിഷയമാണ്. മനുഷ്യ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ വിള്ളലുകൾ എന്ത് വിഘാതങ്ങൾ സൃഷ്ടിക്കുന്നു, എപ്രകാരം ജീവിതത്തെ രൂപപ്പെടുത്തുന്നു എന്നാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഈ ക്രാക്ക് എന്ന പദം കേൾക്കുമ്പോൾ കെവിന് എന്താണ് മനസ്സിലാദ്യം ഓടിയെത്തുന്നത്? ഞാൻ ക്രാക്ക് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മതിലും റൂഫും അതിൽ ഈ മഴക്കാലത്ത് വരുമ്പോൾ പെയിൻ്റൊക്കെ ഇളകി വിള്ളലുകൾ വരുന്നതാണ് എൻ്റെ മനസ്സിലാദ്യം വരുന്നത്. ശരിയാണ്. ഈ ക്രാക്ക് ഒരുപക്ഷെ നമുക്ക് ആദ്യം കാണാൻ കഴിയത്തില്ല. ചിലപ്പോൾ ഒരു മാർക്ക് പോലെ വരാം. പിന്നീട് അത് കാലങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഈ ക്രാക്ക് വലിയ വിള്ളലുകളായിട്ട് മാറാം. സാധാരണയായിട്ട് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഈ ക്രാക്കാകുന്ന അവസ്ഥ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എല്ലാ മനുഷ്യനും അവരവരുടെ ജീവിതത്തിൽ ക്രാക്ക് ആകുന്നുണ്ട്, അല്ലെങ്കിൽ വിള്ളലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. ഈ വിള്ളലുകളാണ് ശരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. ശരിക്ക് ഒരാളുടെ ജീവിതത്തിൽ വിള്ളലുകളുണ്ട്, അല്ലെങ്കിൽ ആ മനുഷ്യൻ ക്രാക്ഡ് ആണെന്ന് ഒരാൾ പറയുമ്പോൾ അതാർക്കും ഇഷ്ടപ്പെടില്ല, കേൾക്കാനും ഇഷ്ടപ്പെടില്ല, പറയുമ്പോഴും അതിനൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കുന്ന പദമാണ്. കെവിന് ഈ ക്രാക്ക് എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രാക്ഡ് എന്ന് കേൾക്കുമ്പോൾ എന്താ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചിന്ത? ഇങ്ങനെ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ ഈ ഐറിഷ് കൾച്ചറിൽ ആൾക്കാർ നടന്നു പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാൾ മറ്റാളോട് ചോദിക്കും, വാട്ട്സ് ദ ക്രാക്ക്? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്, സുഖമാണോ, എങ്ങനെ പോണു, വിശേഷം എന്താണ് എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ഒരർത്ഥത്തിൽ നല്ലതാണ്. അതായത് ഒരു വ്യക്തി ജീവിതത്തെ കാണുമ്പോൾ
ആ ക്രാക്ഡ് ആണോ അല്ലെ ക്രാക്ക് ഹൗ ഇസ് ഗോയിങ് വാട്ട്സ് ദ ക്രാക്ക് വാട്ട്സ് എ ക്രാക്ക് എന്ന് ചോദിക്കുമ്പം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ സാധാരണയായിട്ടൊരു ഹവാരിയെ ചോദിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഡെപ്തായിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ? അപ്പം ഈ ഒരു സംഭവം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യനും ക്യാരി ചെയ്യുന്ന ഒന്നാണ് ഈ വിള്ളലുകൾ. അപ്പം മനസ്സിലാകാം, ശരീരത്തിലാകാം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല കോണുകളിൽ ഈ വിള്ളലുകൾ നമുക്ക് പ്രത്യക്ഷമായിട്ട് അനുഭവപ്പെടാം. അപ്പം തീർച്ചയായിട്ടും ഈ ഐറിഷ് കൾച്ചറിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്, പോസിറ്റിവിറ്റിയാണ്. പക്ഷെ ഞാൻ തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും അവനൊരു കുറച്ച് ക്രാക്കാന്ന് പറയുമ്പം ഇറ്റ്സ് എ നെഗറ്റീവ് ഫീലിംഗാണ്. അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും എക്സ്ട്രീമായിട്ടുള്ള അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും വളരെ ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അത് സൂചിപ്പിക്കുന്നത്. ചില മനുഷ്യർ ചില കാര്യങ്ങളിൽ വളരെ എക്സ്ട്രീം ആയിരിക്കും, അവരെ ക്രാക്ക്ഡാന്ന് പറയും. ചില മനുഷ്യർ ചില കാര്യങ്ങളിൽ പരാജയപ്പെട്ടു പോകും, അവരെയും നമുക്ക് ചുറ്റും അങ്ങനെ കാണുന്നവരെ നാം ക്രാക്ക് എന്ന് വിളിക്കും. പിന്നെ ഒരു കൂട്ടരുണ്ട്, ഈ മാനസിക നില തെറ്റിയവരെ സാധാരണയായിട്ട് ക്രാക്ഡ് എന്ന് പറയാറുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അവർ ക്രാക്ഡ് ആണെന്നുള്ളൊരു തിരിച്ചറിവ് അവരുടെ ജീവിതത്തിലില്ല. അവർ ക്രാക്ഡ് ആണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരത് പരിഹരിക്കാൻ ശ്രമിക്കും, അവർ ആ ഒരു അവസ്ഥയിലേക്ക് പോകില്ല. അതായത് ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു വിള്ളൽ അത് വളർന്ന് അത് ബ്രോക്കണായ ഒരു അവസ്ഥയാണ്, ആ മനസ്സിൻ്റെ ബ്രോക്കണായ ഒരു അവസ്ഥയാണ് ഈ ക്രാക്ഡ് ആകുന്നത്. പക്ഷേ അത് തിരിച്ചറിയാതെ പോകുന്നതൊക്കെ ഉണ്ട് അങ്ങനെ. പക്ഷെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. പക്ഷെ ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ആ തിരിച്ചറിയുന്ന മൊമെൻറ്റിനെയാണ് നാം ഇവിടെ ചിന്തിച്ച ക്വയറ്റ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ക്വയറ്റ് മൊമെൻറ്റിൽ നമ്മൾ എത്തുന്ന എപ്പോഴാണ്? നാം ജീവിതത്തിൽ ഏറ്റവും വൾണറബിളായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലാണ്. ദ മോസ്റ്റ് വൾണറബിൾ സിറ്റുവേഷൻ ഇൻ അവർ ലൈഫാണ് നമ്മളെ ഇങ്ങനെയൊന്ന് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ചിന്ത മാനസിക സമനില തെറ്റിയവരെ പറ്റി ഒന്നുമല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ വിള്ളലുകൾ എങ്ങനെ ഉണ്ടാകുന്നു, ഈ വിള്ളലുകളെ എങ്ങനെ തിരിച്ചറിയാം, ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. കെവിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഈ വിള്ളലുകൾ ഉണ്ടാകാം? അതിനു മുമ്പ് ഈ ക്വയറ്റ് മൂവ്മെന്റ്സിനെ കുറിച്ച് ഒന്ന് ടച്ച് ചെയ്തായിരുന്നല്ലോ. ഓക്കെ, അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്യാം. സൈക്കോളജിയിൽ ഈ സ്വന്തം തന്നെ മനസ്സിൽ തന്നെ when you think about yourself, when you think about what's happening to you, when you think about how you interact with others, അതിന് ഇൻട്രോസ്പെക്ഷൻ എന്നാ പറയുന്നത്. ഓക്കെ, ഒരാൾ അവരുടെ മനസ്സിലകത്തിലെ എല്ലാ കാര്യങ്ങൾ they are questioning themselves. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു സൈക്കോളജിസ്റ്റ്, ഈ ഇൻട്രോസ്പെക്ഷൻ നടക്കുമ്പോൾ we get answers about what we should do. So I think there is a method to life which is always about asking questions. എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാം. So when you have a problem, the first step that you must do is identify the problem. Why has a problem occurred to me? എനിക്ക് എന്തിനാ ഞാൻ ഈ പ്രോബ്ലമിൽ എന്താ പെട്ട? Second is what can I do to alleviate the problem? ഈ പ്രോബ്ലമിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? 3, ആ മെത്തേഡ്, ആ ഐഡിയ, അതായത് alleviate ചെയ്യുന്ന ഐഡിയ അത് അപ്ലൈ ചെയ്യാം. Step 3. So step 1, identify. Step 2, find out all the possible answers. And then step 3, apply the answers. പക്ഷേ ഈ ഒരു ചിന്തയാണ് നമുക്ക് വരാതെ പോകുന്നത്. ബിക്കോസ് നമ്മളെല്ലാം വളരെ ബിസി ആയിട്ട് ഓടുന്ന മനുഷ്യരാണ് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ there is no work life balance. എല്ലാവരും ഒരു തിരക്കിലാണ്. ബിക്കോസ് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് വെക്കണം, അല്ലെങ്കിൽ നാളെ എൻ്റെ മക്കളെ എങ്ങനെ നോക്കും, ആ ഒരു തിരക്കില്ല. ബിക്കോസ് സർവൈവൽ മോഡിലാണ് എല്ലാവരും. ഓക്കെ, പക്ഷെ ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കുവാണെങ്കിൽ അവർക്ക് അവരുടെ ജോലി കഴിഞ്ഞിട്ട് വേറെ കാര്യങ്ങളുണ്ട് ചിന്തിക്കാനുള്ളത്. എക്സാക്ട്ലി, ഞാനതാ പറയാൻ വന്നത്. ഇപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മളിവിടെ വന്നെന്ന് പറഞ്ഞാലും നമ്മുടെ സ്വഭാവത്തിനൊന്നും മാറ്റം വരുന്നില്ല. നമ്മൾ എന്താണോ അവിടെ ഫോളോ ചെയ്തത് അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെയും
നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നാളത്തേക്ക് സേവ് ചെയ്യുക, നാളത്തെ കാര്യങ്ങൾ, അത് വിട്ടൊരു ജീവിതം നമുക്കില്ല. പക്ഷേ നമ്മളിവിടെയുള്ളവരുടെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ആയിട്ടുള്ളൊരു വർക്ക് ബാലൻസ്ഡ് ലൈഫുണ്ട്. അവരവരുടെ വർക്ക് ലൈഫ് ഷെഡ്യൂൾ ചെയ്യും. അതുപോലെ തന്നെ അവരവരുടെ നമ്മുടെ എന്താ പറയുന്നത് ഫ്രീ ടൈം അല്ലെങ്കിൽ ഹോളിഡേയ്സൊക്കെ പ്ലാൻ ചെയ്യുന്നതിൽ ഇവർ എക്സ്ട്രീംലി എന്താ പറയുന്നത് മിടുക്കരാണ്. പക്ഷെ നമുക്ക് എത്ര കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമുക്കതിനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പൊതുവേ ഇത് അവഗണിച്ച് പോകുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പൊതുവേ നമ്മളെല്ലാം മോസ്റ്റ്ലി ഇപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെയുള്ളവർ, ജോലി ചെയ്യാത്തവരായിട്ട് ആരും കാണില്ല. ഇവനിപ്പം നാട്ടിലാണെങ്കിലും ജോലി ചെയ്യുന്നവരാണ് കൂടുതലുള്ളത്. അപ്പം അതിപ്പം വീട്ടുജോലിയാണെന്ന് പറഞ്ഞാലും അവിടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് നമ്മൾ കണ്ടെത്തണം. ശരിയല്ലേ? വീട്ടുജോലി എന്ന് പറഞ്ഞാലും ഒരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ ഒരു ഹൗസ് മേക്കറാണെന്ന് പറഞ്ഞാൽ തന്നെയും അവിടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സിലും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലും പല രീതിയിലുള്ള ക്രാക്സും ഉണ്ടാകാം. അപ്പം നമ്മൾ ഈ കെവിൻ ഇപ്പോൾ പറഞ്ഞ ഈ ക്വയറ്റ് മൊമെൻറ്റ്സിലേക്ക് എത്തിച്ചേരുക. പിന്നെ നമ്മുടെ ഈ ബിസി ഷെഡ്യൂളിൽ പലപ്പോഴും ഈ ക്വയറ്റ് മൊമെൻറ്റ്സിൽ എത്തിച്ചേരാനാണ് നമ്മൾ മറന്നു പോകുന്നത്. ഈ ക്വയറ്റ് മൊമെൻറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ, അതായത് നമ്മളെ കണ്ടെത്തുന്ന ഒരു സമയം, നമുക്ക് വേണ്ടിയിട്ട് ചിന്തിക്കാൻ എടുക്കുന്ന ഒരു മൊമെൻറ്റ്, അത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു വെല്ലായിട്ടുള്ള ഒരു എന്താ പറയുന്നത് നല്ല ഒരു മാനസികാരോഗ്യം അല്ലേ, നല്ല ഒരു ജീവിത ശൈലി, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയായിട്ട് തീരും. അപ്പോൾ നമ്മൾ ചിന്തിച്ചു വരുന്നത് ഈ ക്രാക്ക് എന്ന പദമാണ്. അപ്പം ഞാൻ ക്രാക്ക് എന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, വിള്ളലുകൾ. അപ്പം നമ്മുടെ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മനുഷ്യനെ ഒരു മൺകുടത്തോട് നമുക്ക് ഉപമിക്കാം, പോട്ട്. അപ്പം ഈ പോട്ട് നിർമ്മിച്ചെടുക്കുമ്പോൾ വളരെ ഭംഗിയുള്ളതാണ്, കാണാൻ ഭംഗിയാണ്. കാലപ്പഴക്കം ചെല്ലുമ്പം ഈ പോട്ടിൻ്റെ കളറ് മാറും. ഈ പോട്ടിൽ അവിടെ ഇവിടെയൊക്കെ മാർക്സ്, അത് ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ്. നമ്മളെ തന്നെ ഇനി ഉപയോഗിക്കാതിരുന്നാലും ഇറ്റ് ക്യാൻ ഹാപ്പൺ അല്ലേ. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു പോട്ടിൽ ഒരു മാർക്ക് വീഴുമ്പം ആദ്യം ആരും അത് ശ്രദ്ധിക്കുകയില്ല. പിന്നെ അത് കുറച്ചും കൂടി ആ മാർക്ക് വിസിബിളായിട്ട് വരും. അപ്പോഴും മൈൻഡ് ചെയ്യില്ല. വീണ്ടും ഇത് വലുതായി ചിലപ്പോൾ ഒരു പോറലാകും. ഈ പോറൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ഇതിൽ വരുമ്പോഴാണ് ബ്രോക്കണായിട്ട് അല്ലെങ്കിൽ അത് ഡ്രെയിൻ ഔട്ട് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഈ ഡ്രെയിൻ ഔട്ടായിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യും, നമ്മൾ ഓടും. പക്ഷേ ഇത് ബ്രോക്കൺ ആയി കഴിയുമ്പോഴാണ് അത് പരിഹരിക്കാൻ പറ്റാത്ത, അതായത് ഒരു പോട്ട് ബ്രോക്കൺ ആയിക്കഴിഞ്ഞാൽ നമുക്കതിനെ റീമോൾഡ് ചെയ്ത് ശരിയാക്കാൻ പറ്റത്തില്ല അല്ലേ. അത് പിന്നെ അങ്ങനെയാണ്, അതിന് പിന്നെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് പാടാണ്. പക്ഷെ നമ്മൾ ഈ പാട് അല്ലെങ്കിൽ ഈ മാർക്ക് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ ക്രാക്ക് തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ വിള്ളൽ ആരംഭിക്കുമ്പോൾ തന്നെ കണ്ടെത്തിയാൽ നമുക്കിതിനെ പരിഹരിക്കാൻ കഴിയും അല്ലേ. ഒന്നി നമുക്കതിനെ റിഫോം ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ അക്കൊക്കെ പൊട്ടിയതാണെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇപ്പോൾ വെള്ളം എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോട്ടാണെങ്കിൽ നമുക്കതിനെ ഒരു ചെടി നടാൻ ഉപയോഗിക്കാം. നമുക്ക് റിഫോം ചെയ്ത് നമ്മുടെ ലൈഫിനെ മാറ്റാൻ കഴിയും. കെവിൻ എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇച്ചിരി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഈ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം ഇറ്റ്സ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഫോർ അസ്. സോ ഇൻ യുവർ ലൈഫ്, നമ്മുടെ ലൈഫിൽ വി ഹാവ് ടു തിങ്സ്, സ്ട്രഗിൾ ആൻഡ് കോണ്ടെക്സ്റ്റ്. ഈ സ്ട്രഗിൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ പോരാട്ടങ്ങൾ. So when you think of struggle, I don't mean like actual fighting, none of that. നമ്മൾ യുദ്ധം ചെയ്യുന്നതല്ല. So I mean it can be that. അല്ല വീട്ടിലെ ഫൈറ്റിങ്സ്, ചില ഫൈറ്റിങ്സ് ചിലർക്ക് വേണമെങ്കിൽ വീട്ടിലെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ചിലർ വേണമെങ്കിൽ അവരുടെ കൺട്രീസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, വാർ അങ്ങനെ എന്തെങ്കിലും, they are fighting for their lives. So എല്ലാം I think almost all humans, if they are able to empathize with one another, they have struggles in their lives. So ഒരു മനുഷ്യന് struggles ഉണ്ടെങ്കിൽ he should be able to create context for the struggle. For context ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ it's meaning. So when you have a struggle in your life, you must be able to create a meaning for the struggle. Because meaningless struggle is just basically you're trying to swim when you don't know how to swim. So when you have struggles or problems in your life,
you must create meaning for that. Like, why am I struggling? Again, we go back to that 2 or 3 step process. Why am I struggling? How do I save myself? And then how do I apply this? ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിൾസ് വരുമ്പോൾ ആ ക്വയറ്റ് മൊമെന്റിലേക്ക് എത്തണം, ചിന്തിക്കാനുള്ള സമയം നാം കണ്ടെത്തണം. നമ്മൾ ആ മീനിങ്, ആ സ്ട്രഗിളിന് മീനിങ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, ഓ ഞാനൊന്നും ചെയ്തിട്ടല്ല എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടാ. അപ്പോൾ നമ്മൾ ഒരു മൈൻഡ് സെറ്റിലോട്ട് പോകും വേർ വി ട്രൈ ടു വിക്ടിമൈസ് ourselves. അപ്പോൾ the thing that most people cannot do is get out of the victim stage, especially back home in India. Because I think അവിടെ ലൈക്ക് ഇന്നത്തേക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നാളത്തേക്കുള്ള കാര്യങ്ങൾ ആ ഒരു തോട്ടിൽ എല്ലാവരും ഓടണമുണ്ട്. They cannot have time for themselves to stop and think, ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ മറ്റു പലർക്കും വേണ്ടി, മറ്റു പലതിനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരാൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞ് വളർന്ന് വലുതായി, പിന്നെ അവന് പഠിക്കുക എന്നുള്ള ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ജോലി ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ ജോലി ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞൊരു ഫാമിലി ലൈഫ് ആകുമ്പോഴത്തേക്കിന് ആ ഫാമിലിയെ സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കുക, പിന്നെ കുഞ്ഞുങ്ങളുടെ പഠിത്തം, പിന്നെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരാഴ്ചക്കാലത്തെ സമ്പാദ്യം മൊത്തം നമ്മൾ ചിലവഴിച്ച്, അല്ലെങ്കിൽ ഒരാഴ്ചക്കാലം മൊത്തം ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരു ബാധ്യതയിൽ നമ്മളൊരു വീടുമൊക്കെ വാങ്ങിച്ച് സെറ്റാകും. പിന്നെ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് സ്ട്രഗിൾസ് ആണ്. പക്ഷെ ഇതിനിടയിൽ യു ആർ നോട്ട് ഫൈൻഡിങ് അബൌട്ട് യുവർ സെൽഫ്. അതാണ് സത്യം. അത് കണ്ടെത്താൻ ആകാത്തത് കൊണ്ട് തന്നെ പലരും പല പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ചിലർ സക്സസ്ഫുൾ ആകാം ഇതിനകത്ത്, പക്ഷേ ചിലർ ബ്രോക്കണായി ഡ്രെയിനായിട്ട് ഒന്നുമല്ലാതെ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയുള്ള വിള്ളലുകൾ. അപ്പോൾ ഈ വിള്ളലുകൾ ആക്ച്വലി സ്വാഭാവികമാണ്, എല്ലാ മനുഷ്യർക്കും വരാം അല്ലേ. ജീവിതത്തിൽ വിള്ളലുകളില്ലാത്ത വ്യക്തി ജീവിതങ്ങൾ ആരുമില്ല. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ, എല്ലാവരുടെയും പ്രാക്ടിക്കൽ ലൈഫിൽ ചെറുതോ വലുതോ ആയ വിള്ളലുകളുണ്ട്. അതായത് ചെറിയ സ്ക്രാച്ചസിൽ നിന്ന് തുടങ്ങി അത് വിള്ളലായി, അത് ചോർന്നൊലിക്കുന്ന അവസ്ഥയിൽ പിന്നീട് അത് ബ്രോക്കൺ ആവുന്നതാണ് അതിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള അവസ്ഥ. പക്ഷേ ഇത് അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ കണ്ടെത്തുക, അതിനൊരു പരിഹാരം, ഇതൊക്കെ നമ്മുടെ ലൈഫിനെ വളരെ സക്സസ്ഫുള്ളായിട്ട് അല്ലേ, ഒരു പീസ്ഫുള്ളായിട്ടുള്ള ലൈഫ് നയിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പം ഞാൻ പ്രധാനമായിട്ട് ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിലൂടെ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നവരെന്ന് പറയുമ്പം എല്ലാ മേഖലകളിലും ഉള്ളവർ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയുന്നില്ല. നമുക്ക് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുന്നത് നമ്മൾ നമ്മളെ കണ്ടെത്താതെ ഇങ്ങനെ അങ്ങ് ഓടിപ്പോവുക. പക്ഷെ ഒരു പക്ഷേ നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ നമുക്ക് പല വലിയ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ സ്ട്രഗിൾസിനിടയിൽ നമ്മൾ നമ്മുടെ ആ ഒരു ലെവലുണ്ടല്ലോ, അതിനെയൊക്കെ നമ്മളങ്ങ് ലോ ആക്കി കളയും. എങ്ങനെയെങ്കിലും അങ്ങ് പോയാൽ മതി, എങ്ങനെയെങ്കിലും നടന്നാൽ മതി. പക്ഷേ നമ്മളിതിനെ കണ്ടെത്തി നമുക്കൊരു സൊല്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനെ നമുക്ക് എക്സ്ട്രീമായിട്ട് അല്ലേ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയെന്ന് എത്തിക്കും. കെവിന് ആരെങ്കിലും എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ ഇങ്ങനെ ലൈഫിൽ സ്ട്രഗിൾസിൽ കൂടിയൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ വിള്ളലുകളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ഫിസിക്കലിയും ഇമോഷണലിയും ഫിനാൻഷ്യലിയും ഒക്കെ ഡ്രെയിൻ ആയിട്ട് വളരെ ഫേമസ് ആയ വ്യക്തികളൊക്കെ ഉണ്ട്. കെവിന് എന്തെങ്കിലും എക്സാമ്പിൾസ് ഷെയർ ചെയ്യാനുണ്ടോ? ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിരിക്കണം. ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ സംസാരിക്കാൻ ഒരു ലേറ്റ്നസ് ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർമാർ പോക്കറ്റിലൊരു നോട്ടൊക്കെ വിട്ട് ആൽബർട്ടിൻ്റെ അമ്മയുടെ അടുത്ത് വിടും. അപ്പോൾ ആൽബർട്ടിൻ്റെ അമ്മ അത് വായിക്കുമ്പോൾ എന്താ പറയുക, യുവർ ചൈൽഡ് ഇസ് സ്ലോ. അപ്പോൾ ഇത് ആ ആൽബർട്ടിൻ്റെ അമ്മേനെ അത് ബാധിക്കാണ്ട് ഷീ ട്രൈഡ് ഹെർ വെരി ബെസ്റ്റ് ടു മേക്ക് ഹെർ സൺ someone who is not only capable of helping himself out, but he's so smart that he can help the whole world out. ആൽബർട്ട് ഐൻസ്റ്റീനെ അങ്ങ് സ്കൂളിൽ നിന്ന് അന്ന് അങ്ങനെ ഒരു അനുഭവത്തിൽ അങ്ങനെ ഒരു ലെറ്റർ തന്നപ്പം ആ അമ്മയുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു സ്ക്രാച്ച് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഷീ ഓവർകം ദാറ്റ് അല്ലേ. സോ ദി പ്രോബ്ലം വാസ് ആൽബർട്ട് ഇസ് സ്ലോ. ആൽബർട്ട് പഠിത്തത്തിൽ ഇച്ചിരി പുറകോട്ടാണ്. Okay, so what is the solution? So what Albert's mother did was, ഞാൻ അവനെ തന്നെ പഠിപ്പിക്കും, I will homeschool him. അവർ ആ ചലഞ്ച് ഏറ്റെടുത്തു. Yeah, she took the challenge. I will prove the teacher wrong
that Albert is not a slow person. And then she applied it. She taught him violin. She taught him how to read. She taught him basic calculus, maths. And then once he was ready, she sent him to bigger colleges, bigger schools. She ആ ടീച്ചിങ് മെത്തേഡ് Yeah. മാറ്റി Yeah. ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം So when you go out of the norm, നമ്മൾ സാധാരണ ചിന്തിക്കും ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ എല്ലാവരും പോണ പോലെ പോകണം. അപ്പോൾ നമ്മൾ ആ നോർമിൽ നിന്ന് വേറെ റൂട്ടിലോട്ട് പോയാൽ മേ ബി വി മൈറ്റ് ഹാവ് എ ബെറ്റർ ഓപ്ഷൻ. യെസ്, ഡിഫറെന്റ് സൊല്യൂഷൻ. ബിക്കോസ് നമ്മൾ ഗ്രോ അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വലുതാകുമ്പോൾ കാണുന്നത് എൻ്റെ പപ്പ ഇങ്ങനെ ചെയ്തു, എൻ്റെ മമ്മി ഇങ്ങനെ ചെയ്തു, എൻ്റെ ഗ്രാൻഡ് പാ ഇങ്ങനെ ചെയ്തു, എൻ്റെ ഗ്രാൻഡ് പാ ഇങ്ങനെ ചെയ്തു. അപ്പോൾ നമുക്ക് ആ വഴിയിലോട്ട് പോകാൻ ഒരു Tendency, തോന്നും. സോ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞൊരു പോയിട്ടുണ്ട്. ഹി റോട്ട് എ പോയം കോൾഡ് ദ റോഡ് നോട്ട് ടേക്കൻ. The road not taken is the one which is not travelled by many. അധികം ആൾക്കാർ ട്രാവൽ ചെയ്യാത്തൊരു പാതയാണ്. So what he's trying to tell is many people go through the road which is well travelled. It is safer. അവിടെ അധികം മുള്ളില്ല, ആ വഴി നല്ലയാ, അവിടെ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ വേറെ ഒരു റോഡുണ്ട്, ആ റോഡ് എവിടെ പോണെന്ന് അറിയത്തില്ല. ആ റോഡിൽ മുള്ളുകളുണ്ട്, ആ റോഡ് ക്ലീൻ അല്ല, ലൈക്ക് ബംപ്സ് ഉണ്ട്, പിന്നെ അവിടെ അധികം ആൾക്കാരില്ല. So people who can challenge themselves are the ones who take the road which is not taken. അപ്പോൾ when you are able to create a way for yourself, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് context. So when you are able to create context for self, when you are able to create context for your problems, ആ സമയത്താണ് നമ്മൾ ഈ I don't want to say extraordinary. I don't want to say extraordinary, but you will be different. Yeah. അതായത് ഈ ക്വയറ്റ് മൊമെൻറ്റ്സ് നമ്മൾ കണ്ടെത്തിയാൽ, നമ്മളെ തിരിച്ചറിയുന്ന ആ നിമിഷം നമ്മൾ കണ്ടെത്തിയാൽ, നമ്മളതിൻ്റെ റീസൺ കണ്ടെത്തിയാൽ, നമ്മളതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനിടയെത്തുക. ആ സൊല്യൂഷൻ ഒരു പക്ഷേ നമ്മളെ മറ്റുള്ളവരെക്കാട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേയിലൂടെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. പക്ഷെ ചിലപ്പോൾ അത് എക്സ്ട്രീം ആയിരിക്കാം, ചിലപ്പോൾ അത് എന്താ പറയുക, നമ്മളെ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും ഇത്തിരി കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ക്വയറ്റ് മൊമെൻറ്റ്സ് ആണ് ഒരു വേവിനെ സൃഷ്ടിക്കുന്നത്. അപ്പം ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മുടെ പോയറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനിടയെത്തുന്നു. ഇനി എനിക്കൊരു വ്യക്തി ജീവിതത്തെ പരിചയപ്പെടുത്താനുണ്ട്, നിക് വുജിക്. ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും വളരെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ജന്മന കയ്യും കാലും ഇല്ലാതെ ജനിച്ച ഒരു കുട്ടി. അപ്പം നമുക്കറിയാം ഈ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ബോഡി ഷേമിങ്ങിനെ കുറിച്ച് അല്ലേ വളരെ വേദന ഉണ്ടാക്കുന്ന പല കാര്യങ്ങളുണ്ടാകാറുണ്ട്. അപ്പം നിക്കിൻ്റെ ജീവിതത്തിൽ നിക്ക് ഒരുപാട് എന്താ പറയുന്നത് ബുള്ളിങ് അല്ലെങ്കിൽ അതുപോലെ പരിഹാസങ്ങളൊക്കെ കേട്ട് ഒരു വ്യക്തി ജീവിതമാണ്. പക്ഷേ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും എന്താ പറയുന്നത് ഒരു വലിയ മോട്ടിവേഷണൽ സ്പീക്കറും ഒരു വലിയ ഓതറൊക്കെയാണ് നിക് വുജിക്ക്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇവരെയൊക്കെ നമ്മൾ കാണണം. അപ്പം ഇവരുടെ ജീവിതത്തിൽ ഇവരെ ക്രാക്കാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇവർ ക്രാക്കായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ അവർ ഓവർകം ചെയ്തു, അവരതിനെ കണ്ടെത്തി, അതിനൊരു സൊല്യൂഷൻ അവരെ കണ്ടുപിടിച്ചു. അതവരെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ഒരു ലെവലിലാണ് കൊണ്ടുപോയത്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മളിങ്ങനെ സാധാരണയായിട്ടൊക്കെ അങ്ങ് ഓടിപ്പോവുക, ഉള്ളത് കൊണ്ടൊക്കെ കംഫർട്ട് സോണിൽ അങ്ങ് റണ്ണാകുക. പക്ഷേ നമ്മളിലുണ്ടാകുന്ന ആ സ്ക്രാച്ചസും വിള്ളലുകളൊന്നും നാം തിരിച്ചറിയുന്നില്ല. പക്ഷെ നാം അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇപ്പം നമ്മൾ പോകുന്നതിനെക്കാട്ടിലും നന്നായിട്ട് എക്സ്ട്രീമായിട്ടൊരു ലെവലിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ കഴിയുമായിരിക്കും. പിന്നെ കെവിനെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പം ഈ ക്രാക്സ് പല രീതിയിലുണ്ട്. കെവിന് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ അതിനെക്കുറിച്ച്? ഒരു മനുഷ്യന് ഫിസിക്കലായിട്ട് തളരാം, മെന്റലായിട്ട് തളരാം, ഇമോഷണലി തളരാം. So WHO, the World Health Organization, they define health as being physically, emotionally and socially well. So ഈ മൂന്ന് ഏരിയസിലും നമ്മൾ ഹെൽത്തി ആയിരിക്കുമ്പോഴാണ് we can truly say that you are a healthy person. So if you are healthy physically, if you are healthy emotionally in your mind, and if you are healthy socially, that is a well-rounded development. You are a person who is able to achieve his maximum. So that is what we mean by well-rounded development. So in the theories of development, there is
an idea of hierarchy. Pyramids കണ്ടിട്ടുണ്ടോ? ട്രയാങ്കിൾ ഷേപ്പില്. സോ ഓരോ there are 5 sections to Maslow's hierarchy of needs. സോ Maslow's hierarchy of needs എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ നിന്നാണ് നമ്മൾ തുടങ്ങണം. ഏറ്റവും താഴെ ആയിരിക്കും നമ്മുടെ ഫുഡ്, വാട്ടർ, പിന്നെ ബേസിക് നീഡ്സ്. അത് കഴിയുമ്പോഴാണ് നമ്മുടെ സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉടുപ്പ്, പ്രൊട്ടക്ഷൻസ്, നമ്മുടെ വീട്, നമ്മുടെ കാർ, അങ്ങനത്തെ സംഭവങ്ങൾ. അതിൻ്റെ ഒരു സ്റ്റെപ്പ് മുകളിലായിരിക്കും നമ്മുടെ റിലേഷൻഷിപ്സ്. പിന്നെ അതിൻ്റെ മുകളിലായിരിക്കും എന്താ പറയുക നമ്മുടെ ഈ സാറ്റിസ്ഫാക്ഷൻസ്, ചിലത് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ, അതായത് ഒരു മെന്റൽ ഹെൽത്തിന്റെ ഇതിലേക്ക് വരുന്നത്. അതിന്റെ മുകളിലായിരിക്കും എൻലൈറ്റ്മെന്റ്. ഓക്കെ, സോ നമ്മുടെ ഈ ലൈഫിന്റെ റേസ് എന്ന് പറയുമ്പോൾ we are trying to reach that top goal, but I think a lot of people don't go past the third level. maximum a satisfaction, mental level, mental peace, അവിടെ വരെ എത്താൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. There are very few people who have reached the enlightenment stage. So enlightenment is the final stage, okay, highest level. കെവിൻ പറഞ്ഞ പോലെ തന്നെ ഈ വിള്ളലുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തനിയെ ഉണ്ടാക്കാം, വേറെ പലരും നമ്മളിലുണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകാം. പക്ഷേ ഇത് ഫിസിക്കലാകാം, ഇമോഷണലാകാം, ഫിനാൻഷ്യലാകാം, സ്പിരിച്വലാകാം, അതുപോലെ പല മേഖലകളിൽ റിലേഷൻസിലാകാം, നമ്മുടെ ഐഡൻറ്റിറ്റിയിലാകാം. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ, ഫിസിക്കലി ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മുടെ രോഗം, പിന്നെ നമുക്ക് നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റാവുന്നതിനപ്പുറം എക്സ്ട്രീമായിട്ട് നമ്മൾ വർക്കഹോളിക് ആകുമ്പം അതൊക്കെ നമ്മളെ ഫിസിക്കലി ഡ്രെയിൻ ഔട്ട് ആക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയത്തില്ല. നമുക്കൊരു ചെറിയ ക്രാക്ക് നമ്മുടെ ശരീരത്തിലുണ്ടായാൽ നമ്മളത് അറിയുന്നത് ശരിക്കത് ഒരു ഫ്രാക്ചർ ആയി കഴിയുമ്പോഴേ അറിയുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസും പോണേ. അപ്പോൾ അങ്ങനെ ഫിസിക്കൽ ക്രാക്ക് ഉണ്ടാകാം. പിന്നെ അടുത്തത് ഇമോഷണലാണ്. അതായത് ഇമോഷണലി എന്തൊക്കെയാണ് നമ്മുടെ ഇന്നർ പീസ് നഷ്ടപ്പെടുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ സ്ട്രെസ്സ്, ഇതൊക്കെ ഇപ്പം നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇമോഷണലി പറയുമ്പം. ഫിനാൻഷ്യലി നമുക്കറിയാം, നമുക്ക് താങ്ങാൻ പറ്റാത്ത പിന്നെ വിലക്കയറ്റങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കുറഞ്ഞ വരുമാനം, കടം, ഇതൊക്കെ നമ്മളെ ഫിനാൻഷ്യൽ നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ റിലേഷൻസിൽ ചിന്തിക്കുകയാണെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥ, ഇതൊക്കെ റിലേഷൻസിൽ നമ്മളെ ബാധിക്കുന്ന ചില വിള്ളലുകളാണ്. പിന്നെയും നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കിന് സ്പിരിച്വലി ഉണ്ട്. അതായത് ഒരു മെൻ്റൽ പീസ് കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരു പ്രെയർ ലൈഫിലൊന്നും മുന്നോട്ട് പോകാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയുണ്ട്, അത് സ്പിരിച്വലി ഉണ്ട്. ഐഡൻറ്റിറ്റി ഉണ്ട്. ഐഡൻറ്റിറ്റി ചിന്തിക്കുമ്പം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം മറന്നു പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പിന്നെ ഈ നമ്മുടെ ഐഡൻറ്റിറ്റിയെ മറ്റുള്ളവർ ഇല്ലാതാക്കുന്നതാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വിള്ളലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇത് നമ്മൾ സ്വയം ഉണ്ടാക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ സൃഷ്ടിക്കപ്പെടാം. അപ്പം ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ഇതുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു വീട്ടമ്മ മുതൽ ഇനി എത്ര ഒരു കമ്പനിയുടെ CEO, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ രാജാവോ രാജ്ഞിയോ ആരെങ്കിലും ആകട്ടെ, അല്ലെങ്കിൽ ഒരു പ്രസിഡൻ്റ് ആകട്ടെ, എല്ലാവരുടെയും ജീവിതത്തിൽ ഈ സ്ക്രാച്ചസ് ഉണ്ട്, ഇത് വിള്ളലുകളാകാം. അങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതം പോകുന്നത്. പക്ഷേ ഈ ക്വയറ്റ് മൊമെൻറ്റ്സ് കണ്ടെത്തുന്നതിലൂടെ നമുക്കിതിനെ പരിഹരിക്കാൻ കഴിയും. പിന്നെ ചിലപ്പം പരിഹരിക്കുന്നത് ഒരു ഡിഫറെൻറ്റ് വേയിലാണെങ്കിൽ നമുക്കിതിനെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക്, അതായത് ലൈഫിൻ്റെ ആ ഒരു എന്താ പറയുന്നത് റൂട്ട് ഓഫ് ലൈഫ് നമുക്ക് ചിലപ്പോൾ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കും. അപ്പം ഞാനൊരു നേഴ്സാണ്. അപ്പോൾ നമ്മളൊരു നേഴ്സിൻ്റെ ലൈഫിൽ നമ്മൾ ഈ ഒരു ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക. ഒരു ഡേ ഇൻ നേഴ്സിൻ്റെ ലൈഫ് എടുക്കുവാണെങ്കിൽ, നേഴ്സെന്നല്ല പൊതുവെ എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ തന്നെ. അപ്പോൾ ഒരു ഡേ ഇൻ നേഴ്സ് ലൈഫ് എടുക്കുമ്പോൾ രാവിലെ നമ്മൾ ആ അലാറം കേൾക്കുമ്പോൾ തന്നെ അവിടെ എന്താ പറ്റുന്നത് വെച്ചാൽ ഒരു വിസിബിളായിട്ടുള്ള ഒരു വിള്ളലാണ്. അയ്യോ രാവിലെ എണീക്കണമല്ലോ, പോകണമല്ലോ, ഡ്യൂട്ടിക്ക് പോകണമല്ലോ, എൻ്റെ ബോഡി എന്നെ അനുവദിക്കുന്നില്ല, ബിക്കോസ് ഐ കെയിം യെസ്റ്റർഡേ ടു ലേറ്റ് എന്നൊക്കെ ഒരു ഫീലിങ്സാണ് നമുക്ക് വരുന്നത്. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒന്നിൽ ബസ്സിൽ, അല്ലെങ്കിൽ ട്രെയിനിൽ, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പം മൈൻഡ് മൊത്തം നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് രാവിലെ. അതായത്
കുഞ്ഞിനെ സ്കൂളിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വല്ല ഫോമൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്, നമ്മൾ ചിലപ്പോൾ അത് മറന്നു പോയെന്നിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു കുഞ്ഞിന് വയ്യാതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു, അല്ലെങ്കിൽ നമ്മുടെ വാർഡിൻ്റെ ഗ്രൂപ്പിൽ ചിലപ്പം വന്നിട്ടുണ്ടായിരിക്കും ഇന്നലെ നോക്കിയ ഒരു പേഷ്യൻ്റ് ഡെത്തായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വരും. അപ്പോൾ ഇത് നമ്മളെ ഇങ്ങനെ ഇൻവിസിബിളായിട്ട് നമ്മുടെ ഉള്ളിൽ കൂടി സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്ന കുറച്ച് ഇമോഷൻസാണ്. അത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് ആ ഷിഫ്റ്റ് ബിഗിൻ ആകുമ്പോൾ തന്നെ യൂണിഫോം ഇട്ട് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ചിലപ്പോൾ സ്റ്റാഫ് ഡൗൺ ആയിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അന്ന് കിട്ടുന്ന പേഷ്യൻ്റ് നമ്മളെ അത്യാവശ്യം എന്താ പറയണേ, നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ചിലരുണ്ട്, ചില എക്സ്ട്രീം ലെവലിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ചില പേഷ്യൻസിനെയൊക്കെ നമുക്ക് ലഭിക്കും. അപ്പം ഒന്നിലൊരു പേഷ്യൻ്റ് സ്ക്രീം ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഒരു മാനേജർ നമ്മളെ വഴക്ക് പറഞ്ഞായിരിക്കാം. അന്നത്തെ ദിവസം അങ്ങനെ ഒരു ഇൻവിസിബിളായിട്ടുള്ള ഒരു വിള്ളലുമായിട്ടായിരിക്കും നമ്മൾ നടക്കുന്നത്. പിന്നെ ഒരു മിഡ് ഡേ ആകുമ്പോഴത്തേക്കിന് ഫിസിക്കലി ഒന്ന് പക്ഷേ നമ്മുടെ ബിസിയാണ്, നമുക്ക് ചോറ് കഴിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ലഞ്ച് മിസ്സാകുന്നു, നമ്മൾ ഓൾമോസ്റ്റ് ഒന്നിരിക്കാൻ പോലും പറ്റാതെ ഓടി തളർന്ന്, അപ്പോൾ ഫിസിക്കലി നമ്മൾ ഓൾറെഡി അവിടെ ഡ്രെയിൻ ഔട്ട് ആയിരിക്കുക. ഇങ്ങനെ ബൈ ദ എൻഡ് ഓഫ് ദ ഡേ വരുമ്പം വീട്ടിലേക്ക് വന്നു കയറുക എന്ന് പറയുമ്പോഴത്തേക്കിന് മൊത്തത്തിൽ വിസിബിളായിട്ടുള്ളതും ഇൻവിസിബിളായിട്ടുള്ളതും ഫിസിക്കലി ഇമോഷണലി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് വന്നു കയറുന്നത്. വീട്ടിൽ വന്ന് കയറുമ്പോൾ വലിയൊരു ഫ്രസ്ട്രേഷനിലാണ് വരുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഈ സ്ക്രാച്ചസും കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സ്ക്രാച്ചസ് വന്നു കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കിനും അതിനെ നമ്മൾ വീണ്ടും മുറിപ്പെടുത്തും. കാരണം നമുക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ പോകുന്ന ഒരു വേ അങ്ങനെയാണ്. അപ്പം ഈ സ്ക്രാച്ചസ് ഇതിങ്ങനെ ഡെയിലി ഇങ്ങനെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മളൊരിക്കലും ഒരു ഹോളിഡേ പ്ലാനിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളൊന്ന് കുറച്ച് നേരം നമ്മൾ ചിന്തിക്കാറില്ല. യൂഷ്വലി ഞാൻ കണ്ടിട്ടുള്ള ഭൂരിഭാഗം ഇന്ത്യൻ നഴ്സസും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിനെ കുറിച്ച് അങ്ങനെ തിങ്ക് ചെയ്യാതെ നമ്മളിങ്ങനെ എന്താ പറയുന്നത്, ഓടി ഓടി ഈ സ്ക്രാച്ചസ് അത് പിന്നെ അത് മാർക്ക് അങ്ങനെ വളർന്ന് പിന്നെ പോറലായി വിള്ളലായി ഡ്രെയിൻ ഔട്ട് ആവുന്ന ഒരു ദിവസം തിരിച്ചറിയുമ്പോഴത്തേന് ഒത്തിരി ലേറ്റ് ആയിപ്പോവും. ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ കെവിൻ എന്താ തോന്നുന്നത്? ഐ തിങ്ക് കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒന്ന് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാനുള്ള തിരക്ക്, ബസ്സിലിരിക്കണം, ക്രൗഡ്സ് ഉണ്ട്, ഡേഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ അതറിയില്ല. ഓഫ് കോഴ്സ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമുക്ക് പിന്നെ അവിടെ എത്തിക്കഴിയുമ്പോൾ ലെക്ചറിൽ കയറണം, ഒരു ബിൽഡിങ്ങിൽ നിന്ന് മറ്റേ ബിൽഡിങ്ങിലോട്ട്, പിന്നെ ലാബ്സ്, അസൈൻമെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മൊത്തത്തിൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്താലും അതിൽ നമ്മളെ ക്രാക്കാക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് എടുക്കുന്നില്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ അല്ലെങ്കിൽ നമ്മുടെ ആ ലൈഫിൻ്റെ ഒരു പീക്ക് മൊമെൻറ്റിലേക്ക് എത്തുമ്പോഴത്തേക്കിന് നാം ബ്രോക്കണായി തീരാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ നമ്മളിന്ന് ചിന്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ റോളിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിള്ളലുകൾ ഉണ്ട്. അപ്പം നമ്മൾ ക്രാക്ഡാണ് അല്ലെങ്കിൽ ഞാൻ ക്രാക്കായ വ്യക്തിയാണ് എന്ന് പറയാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ നാം ശ്രമിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം ഇരിക്കുന്നത്. അതായത് ഒരു ശാന്തമായ നിമിഷം. ഈ ശാന്തമായ നിമിഷം നമ്മളെ ഒരു ഉയർന്ന വേവിൻ്റെ അനുഭവത്തിലേക്ക്, ഒരു തരംഗത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാനിടയെത്തിരും. അപ്പം ഞാനൊരു ചെറിയ കഥ പറയാൻ ആഗ്രഹിക്കുക. അതായത് ഒരിക്കൽ ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിയിടത്തിലേക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം കൊണ്ടുവരണമെങ്കിൽ കുറച്ച് ദൂരെയുള്ള ഒരു നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരണം. അപ്പോൾ ഈ മനുഷ്യൻ തൻ്റെ തോളിൽ ഇങ്ങനെ ഒരു വടിയുടെ രണ്ടറ്റത്തും 2 മൺകുടങ്ങൾ കെട്ടിയിട്ട് ഈ നദിയിൽ നിന്ന് വെള്ളം ചുമന്നുകൊണ്ട് വന്നാണ് കൃഷി നനയ്ക്കുന്നത്. അപ്പം ഇങ്ങനെ വരുന്നത് കുറച്ച് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പം ഇതിൽ ഒരു കുടം നല്ല പുതിയതും കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്, പക്ഷെ ഒരു കുടം ഇച്ചിരി പഴയതായിരുന്നു. അപ്പോൾ അതിൽ സ്ക്രാച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഇയാളിങ്ങനെ ഈ ഡെയിലി ഈ വെള്ളം ഇങ്ങനെ ചുമന്ന് കൊണ്ടുവന്ന് ഈ സ്ക്രാച്ച് കുറച്ചും കൂടി വിള്ളൽ ലീക്കാകാൻ തുടങ്ങി. അതായത് ചോർന്നൊലിക്കുന്ന ഒരവസ്ഥയെത്തി. അപ്പം ഈ നദിയിൽ നിന്ന് വെള്ളം ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുമ്പം ഒരു കുടത്തിലെ വെള്ളം മുഴുവനായിട്ട് കൃഷി സ്ഥലത്തെത്തും, പക്ഷെ ഒരു കുടത്തിൽ പകുതി പോലും വെള്ളം എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ മൺകുടം ഒരിക്കൽ റിയലൈസ് ചെയ്യുക, തിരിച്ചിട്ട് കൃഷിക്കാരനോട് പറയും, നീ അധ്വാനിക്കുന്നത് വെറുതെയാണ്, എന്നെക്കൊണ്ട് നിനക്ക് ഒരു പ്രയോജനമില്ല. കാരണം
നീ ഞങ്ങളെ 2 കുടങ്ങളെയും ചുമക്കുന്നത് ഒരു സ്ഥലത്തു നിന്നാണ്, ഒരേപോലെ ഒരേ രീതിയിലാണ്, ഒരേ ദൂരമാണ് സഞ്ചരിക്കുന്നത്, ഒരേ ദൗത്യത്തിനാണ് കൊണ്ടുവരുന്നത്. പക്ഷെ എൻ്റെ ദൗത്യം എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, എൻ്റെ എയിമിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ കൃഷിക്കാരൻ ചിരിച്ചുകൊണ്ട് പറയും, നീ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറയും. അപ്പോൾ തിരിഞ്ഞു നോക്കാൻ പറയുമ്പോൾ ഈ നടന്നു വന്ന വഴിയിൽ ഈ സ്ക്രാച്ചായ അല്ലെങ്കിൽ ഈ ലീക്കായ കുടത്തിൻ്റെ സൈഡ് മൊത്തം മനോഹരമായ പൂക്കൾ നിൽക്കുക. അപ്പോൾ കൃഷിക്കാരൻ പറയും, നീ വിചാരിക്കുന്നുണ്ട് നിൻ്റെ എയിമിൽ നീ എത്തിയില്ല എന്ന്, പക്ഷെ നിന്നിലൊരു സ്ക്രാച്ച് ഞാൻ കണ്ടപ്പോൾ, നിന്നിലൊരു വിള്ളൽ കണ്ടപ്പോൾ, നീ ചോർന്നൊലിക്കുന്നു എന്ന് കണ്ടപ്പോൾ, നീ വന്ന വഴിയിലെല്ലാം ഞാൻ വിത്തുകൾ പാകിയിരുന്നു. ആ വിത്തുകളാണ് ഈ മനോഹരമായ പൂക്കളായിട്ട് നല്ല ദൃശ്യഭംഗി പകരുന്നു. അപ്പം നമ്മുടെ വിള്ളലുകൾ കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ മനോഹരമാക്കാനും കഴിയും അല്ലേ? പക്ഷെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്കൊരാൾ വേണം, നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണം. അപ്പോൾ ഇവിടെയാണ് യു ആർ നോട്ട് എലോൺ എന്നുള്ളൊരു കാര്യം അതിൻ്റെ ഒരു പ്രസക്തിയിലേക്ക് വരുന്നത്. പലരുടെയും ജീവിതത്തിൽ പലരും ഈ വിള്ളലുകളിൽ കൂടി കടന്നു പോകുമ്പം അവർ എലോണാണെന്നൊരു ചിന്തയിലൂടെ അങ്ങനെ അവരങ്ങ് എൻഡ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നല്ല, എൻ്റെ ജീവിതത്തിലും പൊതുവെ എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള വിള്ളലുകളുണ്ട്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് തെറ്റിദ്ധരിക്കും. ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ ഫിസിക്കലി ഇമോഷണലി ഐഡൻറ്റിറ്റിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് വിചാരിക്കും. പക്ഷേ ഇത് കൃത്യമായ സമയത്ത് നമ്മളത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ഇനി തിരിച്ചറിഞ്ഞിട്ട് പല കാര്യങ്ങളും നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാൻ ചെയ്യും. ചില വിള്ളലുകൾക്കൊക്കെ ഫിക്സേഷൻ്റെ ആവശ്യം പോലും ഇല്ല, ഒന്ന് നോട്ടീസ് ചെയ്താൽ മതി. യെസ്, ഐ ഹാവ് എ സ്ക്രാച്ച് ഇൻ മീ എന്ന് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ചിലതിന് നിങ്ങൾക്ക് ചിലരുടെ സഹായം വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ടിനെ സമീപിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മെൻറ്ററിനെ കണ്ടെത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്പിരിച്വൽ ലീഡറിനെ കണ്ടെത്തി സംസാരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളിൽ എത്രത്തോളം നിങ്ങൾക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റിയ ഒരാളെ നിങ്ങൾക്ക് ആവശ്യമാണ്, അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്പേസ് കണ്ടെത്തി, ചിലർക്ക് ഒരു കുറച്ച് ലെഷർ ടൈം മതിയായിരിക്കാം ഫാമിലി ആയിട്ട് കുഞ്ഞുങ്ങളായിട്ട്, അവരുടെ ആ ലെവലെ മാറ്റിക്കളയും. അപ്പം നിങ്ങൾ കണ്ടെത്തുക വെദർ യു സ്ക്രാച്ച്ഡ് ആണോ, ഇൻ വിച്ച് സിറ്റുവേഷൻ, വാട്ട് ഹാപ്പൻ, എനിക്ക് എന്ത് ഇതിൻ്റെ മേലെ ചെയ്യാൻ കഴിയും. കെവിൻ എന്താ പറയാനുള്ളത്? I think you have summed it up pretty well. I think one last thing, maybe just to conclude this. Yeah. Stop thinking about what other people think, because you not realize it how much it holds you back. Yeah. Because ചെറിയൊരു വാക്ക് വേണമെങ്കിൽ ലൈക്ക് അത് പറ്റില്ല, അതങ്ങനെ പറ്റില്ല, ചെയ്യണ്ട, അങ്ങനെ ചെറിയൊരു വാക്ക് വേണമെങ്കിൽ ആകാം. ബട്ട് നമ്മുടെ വി വിൽ സബ് കോൺഷ്യസ്ലി തിങ്ക്, ഓ അവരങ്ങനെ പറഞ്ഞല്ലോ, ഇനി ചെയ്തിട്ട് എന്ത് ഗുണം, അത് ചിന്തിച്ചു പോകും. I think that is one of the biggest ways you can have scratches or marks on your The initial stage. Not the initial. I think that's the biggest thing. Because people are supposed to help you keep away the scars. You're supposed to. They're supposed to help you to keep away these scars. But if these people are inflicting the scars on you, then that becomes a problem. നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതും ചൂസ് ചെയ്യുന്നതും റൈറ്റ് പേഴ്സൺസിനെ ആയിരിക്കണം, ഇല്ലെങ്കിൽ ഈ സ്ക്രാച്ച്. There are sometimes the problems are there will be sometimes when it is your own family that might be causing you these scratches. So I think the best thing to do is to be more self-aware, right? To understand why they said that, to forgive and to forget. Because you cannot throw your family away. നമ്മുടെ പ്രിയപ്പെട്ടവർ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാ. നമുക്ക് ചിലപ്പോൾ ഒരു തുറന്നു പറച്ചിൽ തീരാവുന്ന ചില പ്രശ്നങ്ങളായിരിക്കും. ഒരു നമുക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയാത്ത ചില അവസ്ഥകളായിരിക്കാം ഈ സ്ക്രാച്ചിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ബ്രോക്കൺ ആക്കി കളയുന്നത്. അപ്പം ആ റൈറ്റ് ടൈമിൽ സംസാരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ഈ റൈറ്റ് ടൈമിൽ സംസാരിക്കാൻ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ ഈ ക്വയറ്റ് മൊമെൻറ്റ്സ് നമ്മൾ കണ്ടെത്തണം, നമ്മളെ കണ്ടെത്തണം. അപ്പം എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ ബിസിയായിട്ടുള്ള ലൈഫിലൂടെ ഒക്കെ പോകുന്നവരായിരിക്കും. കുഞ്ഞുങ്ങൾ, ജോലി, കുടുംബം,
ഇങ്ങനെ നിങ്ങൾ പല കാര്യങ്ങളിൽ കൂടി നിങ്ങൾക്ക് പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഇതിനിടയിൽ നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുന്ന ഒരു സമയം, അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അത് നിങ്ങളെ എന്താ പറയുന്നത്, നിങ്ങളെ സന്തോഷത്തിലൂടെ സമാധാനത്തിലൂടെ നിങ്ങളെ നയിക്കും. അതിനുപരിയായിട്ട് ചിലപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മൊമെൻറ്റ് വലിയൊരു തിര പോലെ, ഒരു തരംഗമായി നിങ്ങളുടെ ജീവിതത്തിൽ വേറൊരു ഡൈവേർഷനിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാനൊരു കഥ പറഞ്ഞല്ലോ. ഈ ക്രാക്ക് നമ്മുടെ, അല്ലെങ്കിൽ ഈ സ്ക്രാച്ച് നമ്മുടെ ജീവിതത്തിലുള്ളപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലും പലതും ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മളത് തിരിച്ചറിയണം. ചിലപ്പോൾ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റോറി ആയിരിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുത്തുന്നത്. അപ്പം നമ്മുടെ ഒരു അനുഭവം. അപ്പം ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളൊരു മൊമെൻറ്റ് നിങ്ങൾ മറന്നു പോകരുത്. എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ക്രാക്ക്ഡായിട്ടുള്ള അവസ്ഥയുണ്ട്, വിള്ളലുകളുണ്ട്. വിള്ളലുകളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. ഈ വിള്ളലുകളാണ് ശരിക്കും പറഞ്ഞാൽ ലൈഫിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു എഗ്ഗിൽ സ്ക്രാച്ച് വീണ് കഴിയുമ്പോഴാണ് അവിടെ ഒരു ലൈഫ് ഉണ്ടാകണം അല്ലേ? അതുപോലെയാണ് ഈ സ്ക്രാച്ചിന് 2 വശങ്ങളുണ്ട്. അതായത് ഫോർ എ ഗുഡ് കോസ് ഒരു പക്ഷേ ഈ സ്ക്രാച്ച് മറ്റുള്ളവർക്കൊരു അനുഭവ കഥ പോലെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള, നിങ്ങൾക്ക് വേണ്ടിയുള്ള, നിങ്ങളെ കണ്ടെത്താനുള്ള ഒരു മൊമെൻറ്റ് നിങ്ങളെപ്പോഴും അത് കണ്ടുപിടിക്കണം. അതിലൂടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും. എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഒരിക്കൽ ഞാൻ ഒരു വിള്ളൽ കണ്ടു. ആ വിള്ളൽ ഭിത്തിയിലല്ലായിരുന്നു, ആകാശത്തിലും അല്ലായിരുന്നു, എന്നിലായിരുന്നു. അപ്പം ഞാനത് നോട്ടീസ് ചെയ്യാൻ കുറേ ടൈം എടുത്തു. പക്ഷേ ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. പക്ഷെ എൻ്റെ തിരക്കുകൾക്കൊക്കെ ഇടയിൽ അത് നോട്ടീസ് ചെയ്യാൻ ടൈം എടുത്തെങ്കിലും ഒരു ക്വയറ്റ് മൊമെൻറ്റിൽ എനിക്കൊന്ന് നിൽക്കേണ്ടി വന്നു. നിന്നിട്ട് ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഒരു മൺകുടമാണ്. ഈ മൺകുടം ചോർന്നൊലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ മൺകുടം ഞാനാണ്. ഐ വാസ് ദ പോട്ട്. അപ്പം ഞാൻ ടൈം എടുത്തു, എഫേർട്ട് എടുത്തു. ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ക്വയറ്റ് ബിഫോർ ദ വേവ് എന്ന ഈ എപ്പിസോഡുമായിട്ട് നിൽക്കുമ്പോൾ ഇറ്റ്സ് മീ സിജി ജേക്കബ്. ഇതെൻ്റെ ജീവിതമാണ്, എന്നെ മാറ്റിയ കഥയാണ്. നിങ്ങളെയും നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഡീവിയേഷനിലേക്ക്, ഒരു ചേഞ്ചിലേക്ക് കൊണ്ടെത്തിക്കാൻ ഈ പോഡ്കാസ്റ്റ് സഹായിക്കട്ടെ. താങ്ക് യു കെവിൻ, താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്. വീണ്ടും കാണും വരെ.